പൂക്കി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞ മോഡിഫിക്കേഷന്റെ കാര്യങ്ങൾ ശരിയാണോ? അങ്ങനെ ശരിയായോ? ഇന്നിപ്പം 18 തരം മോഡിഫിക്കേഷന്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ചർച്ചകൾ വന്നിട്ടുണ്ട്. അതായത് അതിന് മുന്നോടിയായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമുക്ക് ഈ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്ന് പറയുന്നത് വാഹനത്തെ അമിതമായിട്ടും പ്രണയിക്കുന്ന കുറേ ആളുകളുണ്ട്. അവര് വാഹനത്തിൽ സ്റ്റിക്കർ ഒട്ടിക്കാനും അത്യാവശ്യം ലൈറ്റിങ്ങും മാത്രമല്ല ടയർ സൈസ് കൂട്ടാനും അത്യാവശ്യം വേണ്ട മോഡിഫിക്കേഷൻ എല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരാണ്. അങ്ങനെയുള്ള വെഹിക്കിൾ എന്തൂസിയാസ്റ്റ് എന്ന് പറയുന്ന ആളുകൾ, അതായത് ഓരോ ആളുകളുടെ മനസ്സിലുമുണ്ട് അവരുപയോഗിക്കുന്ന വാഹനം എങ്ങനെ മോടി പിടിപ്പിച്ച് കൊണ്ടുപോകാം, മറ്റുള്ളവരൊന്ന് കാണണം, അല്ലെ 10 പേര് കാണണം, അല്ലെങ്കിൽ ഞാൻ പോകുന്ന വണ്ടി നല്ല ജമ്പറായിട്ടിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ എന്താ പറയുന്നത് സന്തോഷം തരുന്ന വാക്കുകളാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നേരത്തെ തന്നിട്ടുള്ള ആ ഒരു വാഹന മോഡിഫിക്കേഷനിലെ ചെയ്യാം, ഇതൊക്കെ പിള്ളേരുടെ ആഗ്രഹങ്ങളല്ലേ, നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ മറ്റേ ആവും എന്ന് പറഞ്ഞൊരു ചിരിയും, ആ ചിരി ഭയങ്കരമായിട്ട് ഫേമസ് ആവുകയൊക്കെ ചെയ്ത. പക്ഷേ ഇന്ന് രാവിലെ മുതൽ സംഗതി ഒരു 18 തരം മോഡിഫിക്കേഷന്റെ ലിസ്റ്റ് വന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് കണ്ടിരിക്കുന്ന കാര്യങ്ങൾ, സീറ്റ് കവർ മാറ്റാം, അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിന് കവറിടാം, ഈ പറയുന്ന പോലെ ഫ്ലോർ മാറ്റ് ഇടാം, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വെക്കാം, റെയർ ക്യാമറ, റിവേഴ്സ് ക്യാമറ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. കൂളിംഗ് ഫിലിം ഒട്ടിക്കാം, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അതിൽ ഒരൈറ്റം മാത്രമാണ് ഞാൻ കണ്ടിരിക്കുന്നതിൽ കുറച്ച് വ്യത്യാസമുള്ളത്. അതായത് സ്റ്റിക്കറിങ് ചെയ്യാം എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഞാൻ കണ്ടതിൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു സാധനം. അത് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. കുറച്ച് ബാക്കി വന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ നേരത്തെ തന്നെ സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഇതിപ്പോൾ ആളെ കളിയാക്കുന്ന രീതിയിലേക്ക് ഒരു എന്താ പറയുക 10-18 ഐറ്റംസ് ഇറക്കിയ ഒരു രീതിയാണ്. ഇതിപ്പം മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച്, മുഖ്യമന്ത്രി തന്ന വാക്കനുസരിച്ച്, അതായത് മറ്റു വാഹനങ്ങൾക്കോ ആളുകൾക്കോ ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് എല്ലാം അനുവദിക്കും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം വാക്ക് തന്നിരുന്നത്. അദ്ദേഹം വാക്ക് തന്നപ്പോൾ മുതൽ അദ്ദേഹത്തിനെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ യുവാക്കളാണ്, യുവാക്കളെ മാത്രമല്ല വാഹനങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ വാഹനപ്രേമികളും ഒരുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചിരിയും ഒരുപാട് ആഘോഷിച്ചാണ്. ഞാൻ പോലും അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസ്താവനയെ കുറിച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. കാരണം ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു. നമുക്ക് എല്ലാവർക്കും വണ്ടി ഒന്ന് നല്ല കുട്ടപ്പനായിട്ട് കൊണ്ടു നടക്കാന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് വന്ന ആ ഒരു സാധനം മൊത്തത്തിൽ ട്രോളാണ്. ഇപ്പം വണ്ടിയെ മുണ്ടെടുത്തോണ്ട് വണ്ടിയെ കയറാം, നിക്കറിട്ടുകൊണ്ട് വണ്ടിയെ കയറാം, ടയർ കാറ്റടിച്ചുകൊണ്ടേ പോകാവുള്ളൂ, അങ്ങനെ കുറെ ട്രോൾ മെറ്റീരിയൽസും കുറെ ഉണ്ടായിട്ടുണ്ട്. അതായത് ശരിക്കും ഇപ്പം എന്താ പറയുന്നത്, കോൺഗ്രസ് വിജയിച്ച് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി. അപ്പം മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തെ ഒന്ന് എങ്ങനെ തോണ്ടാം, അല്ലെ അദ്ദേഹത്തിന് എങ്ങനെ ട്രോളാം എന്ന് ഉന്നം വെച്ചിരുന്ന ആൾക്കാർക്ക് മുന്നിലേക്കാണ് ഇന്ന് ഇങ്ങനെ ഒരു സാധനം വന്നത്. ലിസ്റ്റ് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ലിസ്റ്റുകൾ പ്രകാരം ഇതിൻ്റെ അകത്തെ ഓൾമോസ്റ്റ് കാര്യങ്ങളും നടപടിയുള്ള കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ വണ്ടിയുടെ കളർ, അതായത് കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളുമായിട്ടൊക്കെ സംസാരിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. എഞ്ചിനിൽ മോഡിഫിക്കേഷൻ നടത്താമെന്നൊക്കെയാണ് പറയുന്നത്. എഞ്ചിനിൽ എന്ത് മോഡിഫിക്കേഷൻ, അപ്പോൾ കേടായ എഞ്ചിനാണെങ്കിൽ പഴയ എഞ്ചിൻ മാറ്റിയിട്ട് പുതിയ എഞ്ചിൻ വെക്കുക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും. അല്ലാതെ സൗണ്ട് വെക്കുകയോ അങ്ങനത്തെ സാധനങ്ങളൊന്നുമല്ല. ഈ ഒരു സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഇതിൻ്റെ അകത്ത് ഇനി എന്താണ് മാറ്റം വരാനുള്ളത്, അതാണ് ആദ്യം ആലോചിക്കേണ്ടത്. നമ്മൾ ശരിക്കും ഉദ്ദേശിച്ചിരുന്നത് എന്താണ്, നമുക്ക് കുറച്ച് ഒരു ടയർ സൈസ് കൂടുകയും അത്യാവശ്യം കളർഫുൾ ആവുകയും അത്യാവശ്യം മേനയ്ക്ക് കൊണ്ടു നടക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. എല്ലാവർക്കും അവരവരുടെ വണ്ടികളും അടിപൊളിയായിട്ട് കൊണ്ടുപോകണമെന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് കുറെ എന്താ പറയുക വാഹന മോഡിഫിക്കേഷൻ ഇഷ്ടമുള്ള ഒരുപാട് പേര്, അതായത് ഈ മെയിനായിട്ട് ട്രക്കിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ, അതായത് അവർക്ക് അവരുടെ ജീപ്പോ അല്ലെ വണ്ടികളൊക്കെ ആ ഒരു രീതിയിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത്, ട്രക്കിംഗ് ജീപ്പുകളാണ് നമുക്കറിയാം. അങ്ങനെയുള്ള വണ്ടികളൊക്കെ നമുക്ക് ഈ ദുരിതങ്ങൾ ഉണ്ടായ സമയത്തൊക്കെ മറ്റു വാഹനങ്ങൾ ഇറക്കാൻ മേലാതിരുന്ന സമയത്ത് ഇതുപോലത്തെ വണ്ടികൾ, ജീപ്പുകളൊക്കെ ആണ് നിരത്തിലിറങ്ങിയ ആളുകൾക്ക് സഹായം കിട്ടിയത്. ആ സമയത്ത് പോലും നിസ്സഹായരായി നിന്ന പോലീസുകാർ, നമ്മുടെ ഉദ്യോഗസ്ഥർ പോലും ആ വണ്ടിയുടെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ ശരിക്കും അന്ന് മുഖ്യമന്ത്രി ആകുന്നതിന് മുന്നേ, അതായത് അദ്ദേഹം നമ്മുടെ ഇലക്ഷൻ സമയത്തൊക്കെ ആയിട്ട് പ്രഖ്യാപിച്ചാണ്
ആ സമയത്ത് ഇവിടുത്തെ യുവാക്കളെല്ലാം നെഞ്ചോടേറ്റ് കാര്യമാണ് അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നുള്ള നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇതിൻ്റെ അകത്ത് എല്ലാം പഴയ ഐറ്റം തന്നെയല്ലേ. അതായത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലോട്ടൊന്ന് ഒഴിച്ചു വെക്കുന്നു എന്നുള്ളൊരു സംവിധാനമല്ല ഇവിടെ നടന്നിരിക്കുന്നത്. നമ്മൾ ചിന്തിച്ചിരുന്ന കാര്യം, നമ്മൾ വിചാരിച്ചിരുന്ന, നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ടിരിക്കുന്ന കാര്യങ്ങളാണോ ഇതിനകത്ത് നടന്നിരിക്കുന്നത്? അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അങ്ങനെ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും മാറ്റം, ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ ആർക്കും വേണമെങ്കിലും സംസാരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു കാര്യത്തിൽ ഓക്കെ അല്ല. ഞാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വെറും സാധാരണക്കാരനായ ഒരു പൗരൻ. എൻ്റെ മനസ്സിൽ വലിയ സ്വപ്നങ്ങളൊക്കെ, അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നതൊക്കെ. അപ്പം എനിക്കും ഈ പറയുന്ന പോലെ ഞാൻ കണ്ട മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ കണ്ട മോഡിഫിക്കേഷൻ്റെ ആ ഒരു സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നും അല്ല. ഇത് മെയിനായിട്ടും കാറിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ബൈക്കിനെ കുറിച്ച് ഇതിനകത്ത് സംസാരിച്ചതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഈ പറയുന്ന പോലെ ഫ്ലോർ മാറ്റ് ഇടുന്ന കാര്യം, ഫ്ലോർ മാറ്റൊക്കെ വണ്ടിയിൽ ഇടുന്നതല്ലേ. ഫ്ലോർ മാറ്റ്, കൂളിംഗ് എന്താ പറയുക, കൂളിംഗ് ഫിലിം, അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിലുള്ള കവറ്, സീറ്റ് കവറ്, എന്തൊക്കെയാണ് ഈ സംഭവങ്ങൾ. ഇത് ആകെക്കൂടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അദ്ദേഹം വാക്ക് പാലിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ശരിയാ, മുഖ്യമന്ത്രി വി ഡി സതീശൻ അധികാരത്തിലേറിയതിനു ശേഷം വാക്ക് പാലിച്ചു. ശരി, വാക്ക് പാലിച്ചു. പക്ഷെ അവിടെ എന്ത് നേട്ടമാണ്, എന്ത് മേന്മയാണ് അവിടെ ഉണ്ടായത്? വാഹനപ്രേമികൾക്ക് എന്ത് തരത്തിലുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് അവിടെ വന്നിരിക്കുന്നത്? അതായത് ഇതെല്ലാം നേരത്തെ തന്നെ ഉള്ള കാര്യങ്ങളല്ലേ. പിന്നെ ഉള്ളത് ഈ സ്റ്റിക്കറിങ് മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് ഇത് വന്നിരിക്കുന്നത്. ഇനിയിപ്പം ഇതിനെക്കുറിച്ച് ഇപ്പം വന്നിരിക്കുന്ന ഈ മോഡിഫിക്കേഷൻ്റെ ആ ഒരു ലിസ്റ്റ്, ഇപ്പം കണ്ട 18ഓളം ലിസ്റ്റുകളുണ്ട്. ഈ ലിസ്റ്റുകളെ കുറിച്ച് ഇനി അദ്ദേഹം വേണം സംസാരിക്കാൻ. അദ്ദേഹം ഇനി എന്ത് സംസാരിക്കുന്നു, നമ്മുടെ മുഖ്യമന്ത്രി ഇനി എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് നോക്കിയിട്ട് വേണം ബാക്കി ചെയ്യാൻ. കാരണം ഇപ്പം എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു ലിസ്റ്റോ കാര്യങ്ങളോ ഒക്കെ വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഈ ഒരു ന്യൂസ് സ്പ്രെഡ് ആയതിനു ശേഷം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംവിധാനം വന്നതിന് ശേഷം അദ്ദേഹം ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടാവും, ഞാൻ കാണാഞ്ഞിട്ടായിരിക്കും. സംസാരിച്ചിട്ടില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ എന്തായാലും അദ്ദേഹത്തിന് നേരെ ഉണ്ടാവും. അപ്പോൾ അദ്ദേഹം എന്താണ് മറുപടി തരുന്നതെന്നുള്ളത് നോക്കണം. കാരണം പറഞ്ഞ പോലെ തന്നെ ഞാൻ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞു പോവാണ്. കാരണം നമ്മൾ ഒരുപാട് നെഞ്ചേറ്റിയ കാര്യമാണ് അദ്ദേഹം ആ പറഞ്ഞ വാഗ്ദാനം. ഇപ്പം അദ്ദേഹത്തെ കുറേ പേര് ട്രോളുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താ പറയുന്നില്ല, പല രീതിയിലുള്ള ട്രോളുകൾ. അത് വളരെ മോശമായിട്ട് അത് പോകും. കാരണം എന്നെ സംബന്ധിച്ച് അത് മോശമാക്കി പോകണമെന്നില്ല, അതുകൊണ്ടാണ്. പക്ഷേ ട്രോളാണ് മുഴുവൻ വന്നിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ട്രോളാണ്. അങ്ങനെയുള്ള ട്രോളുകളോട് അദ്ദേഹം എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ്. കാരണം ഇതിന് മറുപടി എന്തായാലും, കാരണം അദ്ദേഹം അത്ര ആക്റ്റീവായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പൂക്കി സ്മൈലൊക്കെ ഒരുപാട് പേര്, അതായത് അത്യാവശ്യം ആഘോഷിക്കപ്പെട്ടതാണ്, ഇപ്പോഴും ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ആഘോഷിക്കപ്പെട്ട സ്മൈല് മാറിപ്പോകുമോ എന്നുള്ളതാണ് ഇനിയുള്ളൊരിത്. ഒരിക്കലും മാറത്തില്ല. അദ്ദേഹം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. പക്ഷേ എന്നിരുന്നാലും ഇവിടെയുള്ളൊരു പ്രശ്നം, സുപ്രീം കോടതിയുടെ അനുമതിയുള്ള ആ ഒരു നിയമങ്ങൾക്കപ്പുറത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് ഒരു സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ നിയമം കൊണ്ടുവരുമോ എന്നുള്ള കാര്യമാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്നത്. ആക്ച്വലി അതായത് സുപ്രീം കോടതിയുടെ നിയമത്തിന്, അല്ലെങ്കിൽ അവർ തീരുമാനിച്ചതനുസരിച്ച് ഉള്ള കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് എക്സ്ട്രാ എന്താണ് വരാൻ പോകുന്നതെന്ന് അറിയത്തില്ല. ഇപ്പം ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പലർക്കും പലതുണ്ടാകും. എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.